ഏറ്റവും വലിയ ദേശീയ നേതാക്കളിൽ ഒരാൾ, ദേശീയ പ്രതിപക്ഷ നേതാവ് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രതിപക്ഷ ജാഥ സമാപിച്ചപ്പോൾ നടത്തിയ പരാമർശത്തിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിന് വന്ന് ഇവിടുത്തെ UDF നേതാക്കളോടാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യവേദിയിൽ തന്നെ സിംഗിൾ ഡാൻസ് അരുത് എന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്? സംസ്ഥാനത്തെ കോൺഗ്രസ് അണികൾ മനസ്സിലാക്കേണ്ടത്. തൗഫീഖ്. അല്ല, NPCക്കും CPM നേതൃത്വത്തിനും ഒന്നും ഒട്ടും ആശങ്ക വേണ്ട. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ടീം UDF ആണ്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രചരണ സമിതിയുടെ ചെയർമാനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLAയും പാണക്കാട് തങ്ങളും PJ ജോസഫും അടക്കമുള്ള ഞങ്ങളുടെ UDFന്റെ കക്ഷികളെല്ലാം കൂടി ചേർന്ന ടീം UDF ആയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതിനപ്പുറത്തേക്ക് അക്കാര്യത്തെ വക്രീകരിച്ചില്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ രാഷ്ട്രീയ ലാഭത്തിന് അങ്ങ് ശ്രമിക്കരുത്. അതെന്തായാലും വില പോകില്ല. രാഹുൽ ഗാന്ധി സതുദ്ദേശത്തോടു കൂടി പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്ക് അതിന് മറ്റ് അർത്ഥതലങ്ങളൊന്നുമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് ആ കലക്കവെള്ളത്തിൽ മീൻപിടിക്കൽ ശൈലി അതിവിടെ ഏതായാലും വില പോകില്ല എന്ന് അങ്ങ് ഓർത്താൽ ഏതായാലും നല്ലത്. ഏതായാലും ശരി, അങ്ങ് പുതുയുഗ യാത്രയുടെ കാര്യം പറഞ്ഞ സ്ഥിതിക്കുക, ഈ പുതുയുഗ യാത്രയുടെ സമാപനത്തോടു കൂടി ആ യാത്ര നടക്കുന്ന സാഹചര്യത്തിൽ തന്നെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, ആ രാഷ്ട്രീയ മാറ്റങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ ചർച്ചയാക്കി മുന്നോട്ട് പോകാൻ രാഷ്ട്രീയ മാറ്റങ്ങളിലേക്ക് വരാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം മുഖവിലക്കെടുക്കുകയാണ്, സതുദ്ദേശത്തിലെടുക്കുകയാണ്, ഒറ്റക്കെട്ടായി നിൽക്കും എന്ന താങ്കളുടെ പരാമർശം ഞാൻ മുഖവിലക്കെടുക്കുന്നു. ഈ ചർച്ചാവേദിയിൽ കേൾക്കൂ, ഒരു ഉപചോദ്യമാണ്, അതൊന്നും കേൾക്കൂ. രാഹുൽ ഗാന്ധി ഒരു വളരെ പോസിറ്റീവായി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അതാണല്ലോ താങ്കൾ പറഞ്ഞത്. വളച്ചൊടിക്കേണ്ട സാഹചര്യമൊന്നുമില്ല. ഒറ്റക്കെട്ടാണ്. അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉപചോദ്യത്തിന് വെയിറ്റ് ചെയ്യാമോ? എന്റെ ഉപചോദ്യം ഞാൻ ചോദിക്കാനിരിക്കുന്നത് എന്റെ മനസ്സിൽ നിന്ന് വായിക്കുന്ന ഒരു സിദ്ധി താങ്കൾക്കില്ലല്ലോ, അതുകൊണ്ട് ദയവായി ക്ഷമിക്കുക. അത് ഞാൻ സിദ്ധി കുറച്ചു നാളായി കൈരളിയുടെ ചർച്ചകൾ പങ്കെടുത്ത് കൈവശം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. അത് പക്ഷേ ഇപ്പൊ കൈവശം തന്നെ ഇരിക്കട്ടെ. ഇപ്പൊ ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. അത് താങ്കൾ പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്നലെ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചുമതല വഹിക്കുന്ന മുതിർന്ന നേതാവ് മധുസൂദൻ മിസ്ത്രി ഇവിടെ വിളിച്ച സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതെ ഇന്നലെ പുലർച്ചെ VD സതീശൻ ഈ തലസ്ഥാനം വിട്ടുപോയതെന്താണ്? അദ്ദേഹം എന്തുകൊണ്ടാണ് ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്? ഇത് നൽകുന്ന സന്ദേശം സിംഗിൾ ഡാൻസ് അവസാനിച്ചു എന്നാണോ? അതുകൂടി താങ്കൾ പറയും. NPCയുടെ ചോദ്യം കഴിഞ്ഞില്ല. ഇനി എനിക്ക് 2 മിനിറ്റ് അങ്ങ് സമയം തന്നെ അതുൾപ്പെടെ എനിക്ക് വ്യക്തമാക്കാനുള്ള അവസരം. അതായത് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു, ഏതായാലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും AKG സെൻറ്ററിൽ നിന്ന് കൈരളിക്കും NPCക്കും ഒക്കെ നൽകിയ എക്സ്ക്ലൂസീവ് അതേതായാലും ഞങ്ങൾ ഏതായാലും അറിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഇനി എനിക്കപ്പുറത്തേക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഏതായാലും വലിയ ഒരു ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഞാൻ ഇടപെട്ടത്. കൈരളിയെ കുറിച്ച് ഒരു ആരോപണം AKG സെന്ററിൽ നിന്ന് തന്ന വാർത്ത ഞങ്ങൾ ആവർത്തിക്കുകയാണ്. സതീശൻ അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ കാര്യം. അദ്ദേഹം പോയെങ്കിൽ തന്നെ അത് അറിഞ്ഞുകൊണ്ടല്ല എന്ന ഗുരുതരമായ ഒരു ആരോപണം ചർച്ചാവേദിയിൽ ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്തയെ ആധാരമാക്കിയാണ് ഞങ്ങൾ ഇക്കാര്യം പറയുന്നത്. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത അത് സ്ക്രീനിൽ കാണിക്കാവുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വാർത്ത താങ്കൾ സുരേഷ് ബാബു ഇങ്ങനെ ഒരു സന്ദേശം രാഹുൽ ഗാന്ധി നൽകിയതിന് പിന്നാലെ VD സതീശൻ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തില്ല. കൈരളി ഇതരമായ ഒരു മാധ്യമം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ തന്നെ അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. യാത്ര ടു നോവെയർ എന്ന് പറഞ്ഞുകൊണ്ട് KS ശ്രീജിത്ത് എന്ന മുതിർന്ന മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതിൽ വ്യക്തമായി തന്നെ പറയുന്നത് കാണാം എന്ന് കരുതുന്നു പ്രേക്ഷകർക്ക്, ഇല്ലെങ്കിൽ വായിച്ചവർക്ക് വ്യക്തമാകാൻ സാധ്യത ഉണ്ട്. ഒപ്പം തന്നെ ഞാൻ വിശദീകരിക്കുന്നു. സതീശൻ സ്റ്റേയ്ഡ് അവേ ഫ്രം ദി ക്രൂഷ്യൽ സ്റ്റിയറിംഗ് കമ്മിറ്റി മീറ്റിംഗ് ഓൺ സൺഡേ കൺവീൻ ടു ഡിസ്കസ് ദ പാർട്ടീസ് ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ്. ഇതിനുവേണ്ടി തലേ ദിവസം തന്നെ മിസ്ത്രി ഇവിടെ എത്തിയിരുന്നു. മിസ്ത്രി അതിനു മുമ്പിലത്തെ ദില്ലി യോഗത്തിൽ തന്നെ ഈ മീറ്റിംഗ് ഫിക്സ് ചെയ്തതാണ്. അതിന് കാത്തു നിൽക്കാതെ സതീശൻ
യോഗത്തിൽ പങ്കെടുക്കാതെ പോയി എന്നാണ് റിപ്പോർട്ട്. അതുകൊണ്ട് കോൺഗ്രസിൽ ആ അകലം, റിഫ്റ്റ് അത് വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വാർത്ത AKG സെന്ററിൽ നിന്ന് കൈരളിയിലേക്ക് ലഭിച്ചതാണ് എന്ന് ആരോപിക്കുന്നത് കോൺഗ്രസ് വക്താവിൻ്റെ സ്വാതന്ത്ര്യമാണ്.